ഹലോ എവ്രി വൺ. ആകാശം എന്ന കഥയുടെ 19ാമത്തെ പാർട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. ഉടൻ തന്നെ കഥയിലേക്ക് കടക്കാം. അനുപമ തൻ്റെ മുഖം ഷോൾ വെച്ച് മാസ്ക് ധരിക്കും പോലെ കെട്ടിവച്ചിരുന്നു. കിരൺ അകത്തേക്ക് കയറി വന്നതും അവൾ സോഫയിൽ നിന്നും ചാടിയെഴുന്നേറ്റു. അവൻ അവൾക്കരികിലേക്ക് വന്നു. എന്തുപറ്റി? എന്താണ് സംഭവിച്ചത്? അവൻ്റെ ചോദ്യം കേട്ട് അവളൊന്നും പറയാതെ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവിടെ നിന്നു. ശേഷം അവൻ്റെ കയ്യിൽ നിന്നും ഐസ് കട്ടകൾ നിറച്ചു വച്ച ആ പാത്രം അവൾ കയ്യിലേക്ക് വാങ്ങി. ആ പാത്രവുമായി അവൾ ഓഫീസിനുള്ളിലെ വാഷ് ബേസിനടുത്തേക്ക് ചെന്നു. കണ്ണാടിക്ക് മുൻപിലെത്തിയതും അവൾ പതുക്കെ മുഖത്തെ ഷോളിൻ്റെ കെട്ടുകൾ അഴിച്ചു. കണ്ണാടിയിൽ തൻ്റെ മുഖത്ത് തെളിഞ്ഞു വന്ന ചുവന്ന് തിണർത്ത പാടുകൾ അവൾ വേദനയോടെ തടവി. ശേഷം ഓരോ ഐസ് ക്യൂബുകൾ എടുത്ത് ആ പാടുകളിൽ പതിയെ അവൾ ഉരസിക്കൊണ്ടിരുന്നു. അവൾക്ക് പിന്നിലായി നിന്നിരുന്ന കിരൺ അവളുടെ മുഖം കണ്ടതും ആകെ അസ്വസ്ഥനായി മാറി. അവൻ അവൾക്കരികിലേക്ക് ഓടി വന്നു. എന്താടോ, ഇത്രയും ശക്തിയായി അവർ അടിക്കുമ്പോൾ തനിക്ക് സത്യം പറഞ്ഞൂടായിരുന്നോ? ഞാൻ പറഞ്ഞിട്ടാണിത് ചെയ്തതെന്ന് പറയാൻ തൻ്റെ വായിൽ നാവില്ലായിരുന്നോ? അവൻ ആ കൈകളിൽ നിന്നും ഒരു ഐസ് കട്ടയെടുത്ത് അവൾക്കരികിലേക്ക് നീങ്ങി നിന്നു. പതുക്കെ ആ കവിളുകളിൽ അവൻ ആ ഐസ് കൊണ്ട് തടവിക്കൊടുത്തു. അനുപമയ്ക്ക് കിരണിൻ്റെ അത്ര അടുത്തുള്ള ഇടപഴകൽ എന്തോ മാനസിക പ്രയാസമുണ്ടാക്കുന്നുണ്ടായിരുന്നു. അവൾ പതിയെ അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അവനെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ഇറങ്ങിപ്പോവുന്ന അനുപമയെ കിരൺ ഒരിക്കൽ കൂടി നോക്കി നിന്നു. തൻ്റെ വർക്കിംഗ് റൂമിലിരുന്ന് വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അനുപമയ്ക്കരികിലേക്ക് ക്രിസ്റ്റഫറും അലീനയും കയറി വന്നു. അവരെ കണ്ടതും അവൾ എഴുന്നേറ്റ് നിന്നു. അലീന അവൾക്കരികിലേക്ക് വന്ന് അവളുടെ കൈകൾ ചേർത്ത് പിടിച്ചു. സോറി അനുപമ, ഞങ്ങൾക്ക് വേണ്ടിയാണ് ഇന്ന് നീ വർക്ക് ചെയ്തതെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. തെറ്റുകാരിയെന്ന് പറഞ്ഞ് ഞാൻ നിന്നെ അടിച്ചപ്പോൾ പോലും നീ സത്യം പറഞ്ഞില്ലല്ലോ. അലീന അവളോട് മാപ്പ് ചോദിച്ചു. സാരമില്ല മാഡം, നിങ്ങളറിയാതെ വേണം ഇത് ചെയ്യാനെന്ന് കിരൺ സാർ എന്നോട് പ്രത്യേകം പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഞാൻ. അവൾ അവരോട് പുഞ്ചിരിച്ചുകൊണ്ട് അവരെ നോക്കി. കിരൺ അപ്പോഴേക്കും അവർക്കരികിലേക്ക് കയറി വന്നു. അനുപമ, നിന്റെ വർക്ക് പൂർത്തിയായില്ലേ? അവൻ അവളോടായി ചോദിച്ചു. യെസ് സാർ, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അവൾ ഒരു പെൻഡ്രൈവ് എടുത്ത് അവൻ്റെ നേരെ നീട്ടി. കിരൺ അത് വാങ്ങി അവിടെ വച്ച് അപ്പോൾ തന്നെ പ്ലേ ചെയ്തു. ക്രിസ്റ്റഫറും കുടുംബവും റിസോർട്ടിലേക്ക് കടന്നു വരുന്നത് മുതൽ ഓരോ ഭാഗങ്ങളായി ഭംഗിയിൽ സെറ്റ് ചെയ്തുകൊണ്ട് നിർമ്മിച്ച ആ വീഡിയോ കണ്ടതും എല്ലാവർക്കും അതേറെ ഇഷ്ടപ്പെട്ടു. അലീന അനുപമയെ കെട്ടിപ്പിടിച്ചു. അമേസിങ്, എനിക്ക് ഒരുപാട് ഇഷ്ടമായി അനുപമ. താങ്ക് യു സോ മച്ച്. അവർ അവൾക്ക് നന്ദി പറഞ്ഞു. വൈകിട്ട് ക്രിസ്റ്റിയും അലീനയും തിരിച്ചു പോവാനിറങ്ങുമ്പോൾ കിരണിൻ്റെ കയ്യിൽ അനുപമയ്ക്ക് നൽകാനായി ഒരു കവർ കൊടുത്തേൽപ്പിച്ചിരുന്നു. വർക്ക് കഴിഞ്ഞ് അനുപമ പോവാനിറങ്ങിയപ്പോഴാണ് കിരൺ ആ കവറുമായി അവൾക്കരികിലേക്ക് ചെന്നത്. അനുപമ, ഇത് ക്രിസ്റ്റഫർ നിനക്കായി തന്നതാണ്. അവൻ അവൾക്ക് നേരെ ആ പൊതി നീട്ടിപ്പിടിച്ചു. ഇതെന്താണ് സാർ? അവൾ അത് വാങ്ങി അവിടെ വച്ച് തന്നെ പൊട്ടിച്ചു നോക്കി. ആ കവറിനകത്ത് 1,00,000 രൂപയുടെ ഒരു കെട്ട് നോട്ടായിരുന്നു. കൂടെ താങ്ക്സ് അനുപമ എന്നെഴുതിയ ഒരു കടലാസും. അവൾക്ക് അത്ഭുതം അടക്കാനായില്ല. താങ്ക് യു സാർ. അവൾ കിരണിനോട് അത്രയും പറഞ്ഞ് ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. തൻ്റെ അരികിൽ നിന്നും ദൂരത്തേക്ക് നടന്നു പോകുന്ന അനുപമയെ കിരൺ നോക്കി നിന്നു. അവൾ സാധാരണയായി ഓട്ടോയിലാണ് തൻ്റെ റൂമിലേക്ക് പോവാറുള്ളത്. ഇന്നെന്തുകൊണ്ടാണ് ടൗണിലേക്കുള്ള ബസ്സിന് വേണ്ടി കാത്തിരിക്കുന്നത് എന്ന് കിരണിന് സംശയം തോന്നി. സംശയത്തോടെ കിരൺ അവൾക്കൊപ്പം തന്നെ നടന്നു ചെന്നു. താൻ എങ്ങോട്ടാ? റൂമിലേക്കല്ലേ? അവൻ്റെ ചോദ്യം കേട്ട അവൾ ആ മുഖത്തേക്ക് സങ്കടത്തോടെ ഒന്ന് നോക്കി. സാർ, എൻ്റെ അമ്മയ്ക്ക് ഒട്ടും സുഖമില്ല. ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണെന്ന് പറഞ്ഞ് എന്നെ നീലിമ വിളിച്ചിരുന്നു. ഞാൻ അങ്ങോട്ടേക്കാണ് പോകുന്നത്, നാട്ടിലേക്ക്. ഈ സന്ധ്യയ്ക്ക് പോയാൽ നീ എപ്പോഴാണ് അവിടെ എത്തുന്നത്? രാത്രിയാവില്ലേ? അവൻ സംശയത്തോടെ വീണ്ടും അവളെ ഉറ്റുനോക്കി. അവളെ തനിയെ ബസ്സിൽ ഈ രാത്രിയിൽ പറഞ്ഞയക്കുന്നത് അപകടമാണെന്ന് കിരൺ കണക്ക് കൂട്ടിയിരുന്നു. അവൻ റിസോർട്ടിൽ ചെന്ന് അവൻ്റെ കാറും എടുത്ത് അവൾക്കരികിലേക്ക് വന്നു. വണ്ടിയിലേക്ക് കയറ്, നിന്നെ ഞാൻ കൊണ്ടുവിടാം. അയാളുടെ സംസാരം ഉറച്ചതായിരുന്നു. സാർ വിചാരിക്കും പോലെ എൻ്റെ വീട് ഇവിടെ അടുത്തൊന്നുമല്ല, കുറേ സമയം പോവാനുണ്ട്. അവൾ അവൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. അതെനിക്കറിയാം, താൻ വണ്ടിയിൽ കയറിയാൽ മാത്രം മതി. അതൊരു ആജ്ഞയായിരുന്നു.
കിരൺ കാര്യമായിട്ട് തന്നെയാണ് പറയുന്നതെന്ന് മനസ്സിലാക്കിയ അനുപമ അവൻ്റെ വണ്ടിയിലേക്ക് കയറാൻ തുടങ്ങി. ആകാശം കഥയുടെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത പാർട്ടുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതാണ്.